അലൈഹി ലഅന, ഉമർ അലൈഹി ലഅന, ആയിഷ അലൈഹ ലഅന എന്ന് പറഞ്ഞ മക്കളെ പഠിപ്പിക്കുന്നവര്. അബൂബക്കറും ഉമറും ഉസ്മാനും ആയിഷക്കും അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ. തെണ്ടികൾ, തെമ്മാടികൾ, അവരാ ഉമേദികൾ. ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരെ ആടുകളെ കൈമലെടുക്കാൻ, തീറ്റിപ്പിക്കാൻ ഉണ്ടാക്കിയ പരിപാടിയാണ് ആഘോഷ പരിപാടി. അന്ന് നബി റസൂലുള്ളാഹിന്റെ മാത്രമല്ല, അലിയുടെ, ഹുസൈന്റെ, ഫാത്തിമാന്റെ ഒക്കെ ഉണ്ട്. എല്ലാരും തുടങ്ങി ആ രാജാക്കന്മാര്. അന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞ പോലെ 15,000 കോഴികളെ അറുത്ത് പൊരിച്ച്, ആട്ടിൻ തലകൾ പൊരിച്ച്, നല്ല അവരുടെ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു ഹൽവയുണ്ട്, മധുരപലഹാരം. അതുണ്ടാക്കി 30,000 തളികകളിൽ വിളമ്പി അവരിങ്ങനെ ആളുകളെ വിളിച്ച് തീറ്റിച്ച് സുഖിപ്പിച്ച് രസിപ്പിച്ചു വിട്ടു. കളികളുടെ സ്വാധീനം കിട്ടാൻ, ആൾബലം കിട്ടാൻ രാജാക്കന്മാർക്ക്. ഈ കള്ള കാഫറുകൾ, ഇമാം സുയൂത്തി വരെ ഇസ്ലാമിലെ ഭരണാധിപന്മാരുടെ ചരിത്രം എഴുതിയപ്പോ പറഞ്ഞു, ഉബൈദികൾ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തൂല, കാരണം അവർ മുസ്ലിമീങ്ങളല്ല. ആ മുസ്ലിമീങ്ങളായ മുർത്തത്തുകളായ ഈ കള്ളന്മാര് തുടങ്ങി വെച്ചതാണ് 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പരിപാടി. അതിനാണ് ഇപ്പൊ ഇവർ മാതൃകയാക്കിയത്. 7-ാം നൂറ്റാണ്ടിൽ വന്ന ഇർബൽ ഭരിച്ച മുദഫർ എന്ന് വിളിക്കപ്പെടുന്ന രാജാവാണ് പിന്നെ അതിനെ റീസ്റ്റാർട്ട് ചെയ്തത്. 7-ാം നൂറ്റാണ്ട് കാലത്ത് മുദഫർ രാജാവ് പക്ക ഷിയഈ, സുന്നി എന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന്മാര്. ഇവനാണ് മൗലവിമാരുടെ നേതൃത്വം വഹിക്കുന്നവർ. വെറുതെ നമ്മൾ ഷിയാക്കൾ എന്ന് അവരെ വിളിക്കുന്നത്. അവർക്ക് ആ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ്. ആ പാരമ്പര്യമാണ് ഇപ്പൊ CM അടവോന്റെ മറ്റൊക്കെ പറയുന്നതിനെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനേക്കാളും വലുതായിട്ടാണ് ഇപ്പം ഷിയാക്കളെ അണിയിലെ പറയുന്ന പോലെ. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ എന്ന് പറഞ്ഞാൽ ആ 300 കൊല്ലത്തിൽ എന്താണോ അത് അങ്ങനെ തന്നെ. അതിലുള്ളത് ദീൻ, അതിലില്ലാത്തത് ദീനല്ല. വേറൊരു ചങ്ങായിണ്ട്, നിങ്ങളെ കർണാടകക്കാരനാണ് തോന്നുന്നു, ഷാബി. അത്ര കച്ചവടക്കാരനാണ്. ഓനെ വർത്താനം കേട്ടാത്തോ നേരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് ഹദീസിന്റെയും ഖുർആന്റെയൊക്കെ പണ്ഡിതനായിട്ട് വന്നോനാണ്. ഇനി എവിടെങ്കിലും ദർസിലോ മറ്റോ പഠിച്ചു എന്നും അറിയില്ല. പക്ഷെ അവൻ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവന്റെ ചില വീഡിയോസ് ഒക്കെ അറബിയിലേക്ക് തർജ്ജിമ ചെയ്തിട്ട് സൗദിയിലുള്ള ഔഖാഫിനൊക്കെ കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, സൗദിയയിൽ രാജ്യം നിയമമാക്കിയതാണ് ഇമാതിരി ഖുറാഫാത്ത് ബിദ്അത്ത് പരിപാടികൾ നടക്കാൻ പാടില്ല. 2 ഹറമിൽ പരിപാടികളൊന്നുമില്ല. പിന്നെ ആ ഹറമിന്റെ മൂലക്ക് 2 തലയെക്കെട്ടിട്ട് മൗലാമാരി പോയിരുന്നിട്ട് അത് പതുക്കെ പാടുള്ളൂ. അങ്ങനെ കുഴിയുന്നിട്ട് അതിഷ്ടം പോലെ പാകിസ്ഥാനികളും ബംഗാളികളും അതേപോലെ തന്നെ ഈ പിന്നെ സൗത്ത് ഏഷ്യക്കാരുണ്ടല്ലോ, റഷ്യൻ വരുന്ന കുറെ ടീമുകള്, പിന്നെ തുർക്കികള് ഒക്കെ ഇതന്നെ അവരുടെ പരിപാടിന്റെ ഇതന്നെ. തുർക്കികള്, ബലൂച്ചികള് ഇഷ്ടംപോലെ പാതിരാക്ക് കാലം കാണാതെ എല്ലാരും പോയി ഉറങ്ങുമ്പോൾ പോലൊക്കെ വന്നിരുന്നിട്ട് ഇതിങ്ങനെ പാടിയിട്ട് കാണിച്ചിട്ട് ഈ ചങ്ങായി പറയാ മദീനത്ത് മൗലീദ് ആഘോഷമുണ്ട്. ഇവനെ പറഞ്ഞു മദീനത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുത്തിട്ട് തർജ്ജമ ചെയ്യിപ്പിച്ചിട്ട് കുളിപ്പിക്കണം. ഒരു രാജ്യത്തിനെതിരെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ആ രാജ്യത്തിൽ നടക്കുന്നല്ലേ പറയാൻ പാടില്ല. സൗദി നടക്കുന്ന പറഞ്ഞ അർത്ഥം എന്താ? സൗദിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരും ഈ വിജയത്തിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാരാണെന്നല്ലേ അങ്ങനെ വിട്ടുള്ളൂ. അവിടുത്തെ ഇമാമിങ്ങൾ, അവിടുത്തെ മശൈഖുമാര് ഇവരൊക്കെ ഈ വിധത്തിൽ ചെയ്യാൻ സമ്മതിക്കുന്നവരാണ്. ഇത് നടക്കുന്നുണ്ട്, നാട്ടിലുള്ള വഹാബികൾ ഒളിപ്പിച്ചു വെക്കുന്നതാണ് എന്നാണോ പറയാണ്ട് പറയുന്നത്. അത് അറിയിക്കണം. അതങ്ങനെ ഒരു രാജ്യത്തിനെതിരെ അപവാദം പറഞ്ഞു വരുത്തൽ നല്ലതല്ല. അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവർ എന്താ അപവാദം? അല്ലെങ്കിൽ ഈ വിദേഹത്തും ഖുറാഫാത്തും തലയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് തീരിന്റെ നിയമങ്ങൾ എന്ത് വാദകം? പക്ഷെ അത് ഡേഞ്ചറാണ്. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് അപകടമാണ്. ഇല്ലെങ്കിൽ അവിടുത്തെ രാജ്യം, അവിടുത്തെ ഭരണാധികാരികൾ, ഔഖാഫിലെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരണം, ഇതാ മദീനത്ത് ജന്മദിനം പ്രമാണിച്ച് ഇന്ന് രവിദിനാഘോഷ പരിപാടി നടക്കുന്നുണ്ട്, മൗലൂദിന്റെ സദസ്സുണ്ട്, ചോദിച്ചു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ മറ്റേ കെട്ടില്ലേ, ഏത് കെട്ട്? പണ്ട് ചെറുപ്പകാലത്ത് നമ്മളെ കോട്ട കെട്ടിന്നാ പറയാ, മുലമാല കെട്ടിന് ഷിയാക്കള് കെട്ട്. ഷിയാക്കളുടെ കെട്ട് കെട്ടിയ 2-3 മൂലന്മാരാണിട്ട് ഇങ്ങനെ ആടുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയാണ് ഇതൊക്കെ. അത് ശരിയല്ല. നമുക്കറിയേണ്ടത് ഖൈറുൽ ഖുറൂൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തമമായ ആദ്യത്തെ 300 കൊല്ലം മാ ലക്കും യൗമഇദിൻ ദീന, അന്ന് ദീനിലില്ലാത്ത ഒരു കാര്യവും ലം യകുനിൽ യൗമ ദീന, ഇന്ന് ദീനമില്ല. വേറെ നമ്മളെ പറ്റി പറഞ്ഞു കേട്ടോ. ഈ നബിദിനം വന്നപ്പോ
ഈ സലഫികൾ ആരെന്നറിയോ? ഒന്ന്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനായിട്ടാണ് കാണുന്നത്. കളവ്. ഞാൻ തന്നെ പല പ്രാവശ്യം ബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശർ, യാഖൂത്തുൻ ഹജറുൻ ലാ കൽ ഹജർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ നമ്മളെ പോലത്തെ അല്ല. വഹയി കിട്ടുന്ന ആൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകതയുണ്ട്. ഇതുപോലെ യാഖൂത്തുൻ ഹജറുൻ, മുത്തുകൾ, പവിഴങ്ങൾ, കല്ലാണ്. ലാ കൽ ഹജർ, സാധാരണ കല്ല് പോലെയല്ല. വ്യത്യാസം മനസ്സിലായല്ലോ? അത് അല്ലാഹു റസൂൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. നമ്മളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണേ ഉറങ്ങും, കൽബ് ഉറങ്ങൂല. നമുക്കൊന്നും പറ്റും. മുമ്പിലെ വിഷ്വൽ കിട്ടുന്ന പോലെ റസൂലുള്ളാഹി നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടും. ബാക്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. റസൂലുള്ളാഹിന്റെ ഖസായിസപ്പെട്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിയാൽ സഹാബാക്കൾ കൈ നീട്ടും. അത് കൈമെടുത്തിട്ട് ശരീരത്തിൽ തടവും, ഉമിനീരും കഫവും വരെ. അബൂ സുഫിയാൻ അതിന്റെ അത്ഭുതം പറഞ്ഞല്ലേ. ഞാൻ പല രാജാക്കന്മാരത്തും പോയിട്ടുണ്ട്, പക്ഷെ മുഹമ്മദിനെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ ഒരു രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല. തുപ്പി ആ കൈമിലെടുത്തിട്ട് മേത്ത് തേക്കുക, വുദൂ ചെയ്തിട്ട് ബാക്കി വെള്ളം കിട്ടാൻ കാദു അയ്യഖതതിനു, അവർ യുദ്ധം വരെ ചെയ്യാൻ തയ്യാറാണ് ആ ബാക്കി വെള്ളം കിട്ടാൻ. സുഹാന്റെ ഹസായിസപ്പെട്ടല്ലേ. അതെന്താ സംശയം? സുഹാഹിതങ്ങൾ മുടിക്ക് ബർക്കത്തുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഏത് മുടിക്കില്ല? ജാനകി ചേച്ചിനെ മുടിക്കില്ല. എവിടെയുള്ള? കോഴിക്കോടുള്ള അതിലില്ല. അതേതോ ഏത് ഉപ്പല്, ഏത് പൊടി? നിങ്ങൾ മസ്ജിദ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിട്ടുണ്ടോ? നേരിട്ട് കണ്ടാലൊക്കെയാണ്. ഖബറല്ല, ഖബർ കാണാൻ ഇപ്പൊ ചോദ്യത്തിന് രാജാവിനും പറ്റൂല. ആ മതില് കാണാത്ത ആരൊക്കെയുള്ളത്? ഇവിടെയല്ല, നേർക്ക് പോയിട്ട് വിസ്മയം കണ്ടില്ല. ഏടി ഈ പൈസ എല്ലാം കൊണ്ടേക്കുന്നത് പോയിട്ട് കാണണ്ടേ? നമുക്ക് അടുക്കാൻ കഴിയില്ല. നമുക്ക് അതിന്റെ ആ തോട്ടയിൽ കൂടി നോക്കുമ്പോ ഒരു പച്ച മതില് മാത്രമേ കാണാൻ പറ്റൂ. ഇയാൾക്കാണ് നമ്മ ഈ പൊടി കിട്ടി, കവറിനടുത്തുള്ള പൊടി. ബംഗാളികളെ വെറുതെ ജോലി കിട്ടുന്ന അവിടെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, സൗദി ഗവൺമെന്റ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഒരു പൊടി ആ പോലത്തെ കൊണ്ട് കാണിക്കാൻ കഴിയില്ല. വെട്ടി തിളങ്ങും ആ സാധനങ്ങളൊക്കെ. വെറുതെ ജോലിക്കാരെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കി കൊടുക്കാൻ. എങ്ങനെ പണി കിട്ടി? അതായത് അയാൾക്കറിയാം എന്റെ മുമ്പിലുള്ളതൊക്കെ ആരാണ്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരാണ്? കഴുതകളാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, മുക്കുകൾ വഹിക്കുന്ന വെറും കഴുതകൾ, വെറും കഴുതകൾ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും. മുടി 1 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ. എന്താ അവസ്ഥ? എങ്ങനെ ഉമ്മത്ത് നന്നാവുക? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്തെ പറ്റി തന്നെ ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പറ്റി വെറുതെ കളവ് പറയരുത്. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖസായിസ് അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അത് ഈമാന്റെ ഭാഗമായി കാണുന്നവരാണ്. രണ്ടാമത് അച്ഛനെ വന്നത് അറിയാമോ? ഇവർ ഈ വഹാബികള് നമ്മള് സഹിക്കുന്നില്ല. കാരണം സാധാരണക്കാർക്ക് കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ചെറുപ്പക്കാര് കാര്യങ്ങൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് മൂലമാരെ ചോദ്യം ചെയ്യാനും തുടങ്ങി. ഇതെന്തിപ്പോ ഇങ്ങനെ പുതിയ ഓരോന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ പിടിച്ചു നിൽക്കാനുള്ള പടായി. രണ്ടാമത്തെ എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോയതൊന്നും ഇവര് സംഘടന, മിഅ്റാജിന് പോയതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. അത് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളുകയാണ്. കളവ് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ആരുടെ പരിപാടിയാണ്? കളവ് മുനാഫിക്കുന്ന പരിപാടി മദീനത്തിൽ ഇല്ലാത്ത പറഞ്ഞ് പ്രചരിപ്പിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെന്നെ ഈ മിമ്പറിൽ മെഹ്റാബ് എത്ര പ്രാവശ്യം പറഞ്ഞു മെഹ്റാജിന്റെ കഥ. ജീവനോടെ ഭൗതിക ശരീരത്തോടെ ഉണർവിൽ 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് മെഹ്റാജ് എന്ന വാഹനത്തിൽ അല്ല ബുറാഖ് എന്ന വാഹനത്തിൽ പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴല്ലേ അത് അത്ഭുതമാവുള്ളൂ. വിലക്ക് തമാശയല്ലേ? ഞാൻ ഇങ്ങടുത്ത് പറയും, ഇന്നലെ ഞാൻ എവിടെ പോയി? പറയും അമേരിക്കയിൽ. അമേരിക്ക മനസ്സിൽ വരും, നല്ല രാജ്യമൊന്നും പറഞ്ഞില്ല. അമേരിക്കയിൽ പോയി. അപ്പൊ നിങ്ങൾ ഷമീർ പറയാം, ഞാൻ ഇന്നലെ UK പോയിട്ട് വന്നു. ആർക്കും പോയിക്കൂടെ? സ്വപ്നത്തിൽ ഇപ്പൊ ഞാൻ അമേരിക്കയിൽ പോയി, ഓൻ UK പോയി, പിന്നെ മുസ്ലിംമാർ വേറെ പോയി. ഉറക്കെ പോയിട്ട് വരാമല്ലോ. അബൂജഹൽ എന്താ പറയുള്ളൂ? ഓ ഫലസ്തീനിൽ പോയി മസ്ജിദ് അക്സ നിസ്കരിച്ച് അവസരമൊക്കെ പോയോ? ഞാൻ അവസരത്തിന്റെ അപ്പുറത്തൊക്കെ ഞാൻ പോയിട്ട് വന്നു. അബൂജഹൽ പറഞ്ഞൂടെ സ്വപ്നത്തിലാണെങ്കിൽ. അള്ളാഹു അത് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്കെന്താ? സുബ്ഹാനല്ലദീ
അവൻ എത്ര പരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചു. ലൈലൻ, അവിടെ പോയിട്ടുണ്ട്. അസ്റാ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? രാത്രിയിൽ യാത്ര ചെയ്യിക്കുക. പിന്നെ എന്തിനാ ലൈൽ എന്ന് പറഞ്ഞത്? രാത്രിയുടെ ഒരു ഭാഗത്ത് കൊണ്ട് മാത്രം. രാത്രി ഫുൾ എടുത്തില്ല, അതിലൊരു ഭാഗം കൊണ്ട് അർശിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് അല്ലാഹു ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ അറബികൾ സാധാരണ അത്ഭുതം വരുമ്പോൾ പറയുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്. അതാണ് അല്ലാഹു ഉപയോഗിച്ചത്. ആ അത്ഭുതം പറഞ്ഞുതരാൻ ഉണർവ് തന്നെ പോയി. അതുകൊണ്ട് അബൂജഹൽ ആദ്യം എതിർത്തത് പോയില്ല എന്ന് പറഞ്ഞു. സ്വപ്നത്തിലാണെങ്കിൽ പോയി തന്നെ പറഞ്ഞൂടെ? വിമർശിച്ചതുകൊണ്ടാണ്. നമ്മൾ വിശ്വസിക്കുന്നതും അതാണ്. കാരണം നമ്മളെ ആൾക്കാരാണ്. നമ്മള് കള്ളത്തരം പറയുന്ന ആൾക്കാരല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർവിൽ 7 ആകാശത്തിന്റെ അപ്പുറത്ത് പോയി 7 ആകാശത്തിനും മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചു. നബിമാരെ കണ്ടു, അർശിന്റെ താഴ്ഭാഗത്തെത്തി. പക്ഷെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അവിടെ പോയില്ല മലക്കളവ് പറയും അള്ളാഹിനെ കണ്ട് ഇല്ല, കാണാൻ കഴിയില്ല. അത് സ്വർഗത്തിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് അഹ്ലുസ് സുന്നah വൽ ജമാഅത്തിന്റെ അഖീദ. പിന്നൊരു വിളായി പറഞ്ഞെന്താ അറിയോ? വിളായി അല്ല, സത്യം തന്നെ. ഇവര് അത് ആളുകളെ എന്താക്കാന്നറിയോ? വികാരം കൊള്ളിച്ചിട്ട് നമ്മളെ എതിരാക്കാൻ. ഇവര് മുഹമ്മദ് നബിയുടെ ഉപ്പാനെയും ഉമ്മാനെയും നരകത്തിലാക്കുന്ന ടീമാണ്. പറയാ പിന്നെന്താ നരകത്തിലായാലെന്താ പ്രശ്നം? ഇബ്രാഹിം നബിന്റെ ഉപ്പയോ നരകത്തിലാണ്. നൂഹ് നബിന്റെ മോനോ? നൂഹ് നബിന്റെ ഭാര്യ? പിന്നെ ലൂത്ത് നബിന്റെ ഭാര്യ? നമ്മളെ നബിന്റെ ഉപ്പയും ഉമ്മയും. എന്ന് അമ്മ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. അത് നമുക്കത് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാക്കാൻ. പക്ഷെ അള്ളാഹ് ആക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇമാം നബവി റഹിമഹുല്ലാഹു തആല ശറഹ് മുസ്ലിമിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഇമാം നബവി ആരാ? 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതനാണ്. മൂപ്പര മദ്ഹബിന്റെ ഇമാം ഇവർ തൽക്കാലം മറന്നുപോയി. നമ്മളോടൊക്കെ ദേഷ്യം തീർക്കുമ്പോൾ ഇങ്ങനെയുണ്ടല്ലോ, ഒരാളോട് വെറുപ്പിങ്ങനെ കൂടിയിട്ട് സ്വന്തം തന്നെ മറന്നു പോവാ. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഈ നരകത്തിലാണ്. കാരണം പറഞ്ഞെന്താറിയോ? മില്ലത്തെ ഇബ്രാഹിം ഫോളോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ല, പോയി. അല്ലാഹു പറഞ്ഞു ശിർക്ക് ചെയ്തവന്റെ കാര്യം പോക്കാണ്. അവരാരാണെങ്കിലും ശരി, നബിയെ നിങ്ങളുടെ അടുത്ത ബന്ധുവാണെങ്കിലും ശരി, ഉപയോഗം വ്യക്തമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു. എനിക്ക് അനുവാദം കിട്ടി. ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയാൻ അനുവാദം ചോദിച്ചു. എന്റെ റബ്ബ് എന്നെ അനുവദിച്ചില്ല. കാരണം കുഫറിലായിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു റസൂലിന്റെ ഉമ്മാനെ പറ്റി സ്റ്റേജ് കിട്ടിയതാ റസൂലുള്ളാഹിന്റെ ഉമ്മ പോയി അങ്ങനെ പറയില്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ അതാ ഈ 2 പേരും ശിർക്കിലായി മരിച്ചതുകൊണ്ട് ഇങ്ങനെ കളവ് പറഞ്ഞ് നമ്മളെ പറ്റി ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കുക. സത്യം വരും, ബാത്തിൽ നശിക്കും. പറയുന്ന നമ്മളോട് ദേഷ്യം വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്റെ ഉപ്പ എപ്പോ പറയുന്നുണ്ട്, പിന്നെ കള്ളന്റെ തലയിൽ തൂവലുണ്ടെന്ന് പറയുമ്പോ എല്ലാരും തപ്പി വെക്കുക. ഇങ്ങനെ കാരണം ഇവൻ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ ആൾ ഇവനെ പറഞ്ഞല്ല, പറഞ്ഞ ആളെന്തോ മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതാ. അപ്പൊ ഇവരെന്ത് തോന്നുക? എന്നെ കണ്ട കിണ്ണം കണ്ടവനെ പോലെ തോന്നുന്നുണ്ടോ? ഇവൻ തപ്പി നോക്കി എന്റെ തലമുണ്ടോ? കാരണം ഇവൻ കള്ളനാണ്. നമ്മളോട് ദേഷ്യം എന്താ കാര്യം? കണ്ണട ചൂടത്ത് വെച്ചതാ. 48-49 ഡിഗ്രി അടുത്ത ചൂട്. കണ്ണട മാത്രമൊന്നുമല്ല, ക്രീമെല്ലാം തേച്ചിട്ടാ പോയി നമ്മള്. സൺസ്ക്രീം എല്ലാം തേച്ച് വെയിലൊന്നും കൊള്ളാതെ. നമുക്ക് ഇത്രയും കളറാകെയുള്ളൂ, പിടിച്ചു നോക്കണ്ടേ? എല്ലാവർക്കും വെളുപ്പല്ലേ ഇഷ്ടം. കറുപ്പ് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നമുക്ക് ആൾക്കാർ ഇഷ്ടമില്ല. ക്രീമെല്ലാം തേച്ച് നല്ല കൂളിംഗ് ഗ്ലാസ്സിൽ ഇട്ട്. അതിന് ഒരുത്ത കമന്റോ എന്താ അറിയോ? നിങ്ങള് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ വലിയ പണക്കാരനാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. ഒന്നുകൂടി ചെയ്യും. അല്ലാഹു നന്നായിട്ട് പണക്കാരനാക്കട്ടെ. അപ്പൊ പറയാ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കൂളിംഗ് ഗ്ലാസ്, ലക്ഷങ്ങൾ വിലമതിക്കുന്ന കൂളിംഗ് ഗ്ലാസും പിന്നെ കുട പിടിച്ചു തരാനുള്ള ഭൃത്യന്മാരും. എന്റെ ഉമ്മക്ക് വന്ന എന്റെ പണിയെ പുതിയാപ്പിളത് ആ കുടയും പിടിച്ചു നിൽക്കുന്നു. എന്റെ സാധു പാവം ഓനെ എന്റെ ഭൃത്യനാക്കി എനിക്ക് കുട പിടിച്ചു തരാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ ആ കൂളിംഗ് ഗ്ലാസിന്റെ എത്ര വരെ ഉണ്ടാവും? നല്ല കണ്ടല്ലേ? ഇവിടെ അതിന്റെ കച്ചവടക്കാരുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും. എന്നാലും ഇത്ര ഉണ്ടാവും. അത് ഏടുന്ന് വാങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ പോയിട്ട് ആ പൈസ എനിക്ക് ചോദിച്ചാൽ 250 റുപ്യ അതിനുള്ളൂ.
വെറും 250 റുപ്യ. ഇന്നത്തെ കമന്റിട്ടതാ 10,000 വിലമതിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് അയാൾ തൗഹീദ് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി തെറ്റിദ്ധരിക്കുക. ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ? ആൾക്കാരെ പറ്റി നല്ലതല്ലേ വിചാരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തന്നെ സെൽഫി ആയതുകൊണ്ട് നമുക്ക് പോവാൻ കാറില്ല, AC കാറ് തരൂല, ഞങ്ങളെ വിളിച്ചുകൊണ്ടോ ഒരാൾ വരൂല, പോകുമ്പോ തക്ബീർ വിളിക്കാൻ ആളില്ല, പോയിട്ട് ഇരിക്കുമ്പോ കസാരമ്മ വെള്ളം ഇരിക്കാൻ ആളില്ല. ഇത് നമ്മൾ സ്കൂട്ടറിലും സൈക്കിളും വരും. ഇവരൊക്കെ നമ്മൾ നടക്കുമ്പോ നടക്കണം, ഓടുമ്പോ ഓടണം. ഇനിയിപ്പോ ലഗേജ് എടുക്കേണ്ടി വരുമ്പോ ഉസ്താദ് ആ ലഗേജ് നിർത്തേ, ഇത്ര കൂളായിട്ട് നമ്മളെടുത്ത് പറഞ്ഞ് നമ്മൾ വലിയ ഉസ്താദായിട്ട് മുഴുവൻ കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ ദീനിൽ അത്രയേ ഉള്ളൂ. അതൊക്കെ താങ്ങാൻ പറ്റുമെങ്കിലേ മൻഹജ് സലഫിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് മറ്റേ വൈറ്റ് കോളർ ഉണ്ടല്ലോ, ടിക്ടോക്കില് ഞാൻ മൗലവിയാണ്, ഞാൻ ഉസ്താദാണ്, ആ പരിപാടി മൻഹജിന് നടക്കൂല. അങ്ങനത്തെ ഒന്നും ഇല്ല ദീനില്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ സഹാബാക്കൾ എഴുന്നേറ്റ് നിന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല പ്രവാചകൻ. തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, നിങ്ങൾ എന്റെ പേരിന്റെയും മോമിന്റെയും രാജാക്കന്മാരെ പോലെ ആക്കല്ല. ഞാൻ നിങ്ങളെ കൂടി എന്റെ ബഷറും ഇരിക്കും, എഴുന്നേറ്റ് നിന്നാലും ബഹുമാനിക്കാൻ പാടില്ല. മൂലാമറ എങ്ങനെയാ? മൂലാമറ കഥ പറഞ്ഞിട്ട് പറ്റിയ സമയം കളയണ്ട. ഞാൻ ആ കണ്ണടന്റെ കഥ പറഞ്ഞതാ, അത് അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ ഇത് അള്ളാഹു നിയമത്താണ്. ഇത് കണ്ടിട്ട് ഇയാള് ഭയങ്കര പൈസക്കാരൻ വെച്ചാൽ ആണ്. ഇതിന്റെ കാര്യത്തിൽ നമ്മളെന്റെ പൈസക്കാരൻ. അള്ളാഹു വാലിക്ക് ഒരുത്തരട്ടെ. അള്ളാഹു എവിടെയും ഭക്ഷണത്തിന് മുട്ടിച്ചിട്ടുമില്ല. കാസർഗോഡുള്ള നമ്മളെ മുത്തുകളെ കുറിച്ച തീറ്റ ചിക്കനും മട്ടനും മന്തിയും പൽബേക്കും ആദ്യം വീട്ടും. കുറച്ച് ജ്യൂസ് കുടിക്കാൻ പോവല്ലേ, അവസ്ഥ പോവാ. പക്ഷെ അത് ചിക്കൻ അടിക്കല്ലേ, അവസ്ഥ അടിക്കാം. അങ്ങനത്തെ കൂട്ടർ എല്ലാ ടീമിനും കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചു പോയി, ദുആ ചെയ്തു പോയി, നല്ല റാഹത്തായിരുന്നു. അതിലെന്താ പ്രശ്നം? തിന്ന. എനിക്ക് എപ്പോഴും എൻ്റെ ആഗ്രഹമുണ്ട്, നല്ലോണം തിന്ന, പിശുക്ക് കാണിക്കരുത്, നാളത്തേക്ക് മാറ്റി വെക്കരുത്. നല്ല സ്വഭാവം ആൾക്കാർ പോലെ കുറച്ച് എടുത്തു വെക്കണ്ടേ. ആലോചിച്ചാൽ നമ്മൾ കന്നിയും പാലും കുടിക്കുക, നമ്മുടെ ദാൽ ഷരീഫോട് ദാൽ ഷരീഫ് അതന്നെ തിന്നലും തോർന്നും താലം. എന്നിട്ടോ പൈസ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോ ഭരിച്ചു. ആ പൈസയും കൊണ്ട് ആരും പോയി. ആദമിന്റെ മക്കൾ പറയും, എന്റെ പണം. ഏതാ നിന്റെ പണം? നീ തിന്നതും ഉടുത്തതും സദഖ ചെയ്തത്, ബാക്കി അനന്തരമായ പണം. പക്ഷെ അതാണ് ദുആ ചെയ്യുക, അല്ലാഹുവേ രോഗങ്ങൾ വരാതെ, ഹോസ്പിറ്റലിൽ കയറിട്ട് വരാതെ, മറ്റു ബുദ്ധിമുട്ടുകൾ വരാതെ അള്ളാന്റെ കാവലുണ്ടെങ്കിൽ ഖലാസ് രാജാവായിട്ട് ജീവിക്കാം. അത് മതി, എടുത്തു വെക്കണമെന്നില്ല. പക്ഷെ നല്ലോണം ഇബാദത്ത് ചെയ്യണം. തിന്നുന്നതനുസരിച്ച് ശുക്രായിട്ട് ഇബാദത്ത് വർദ്ധിപ്പിക്കണം. എങ്കിൽ രണ്ടും കൂടി ഇങ്ങനെ ടാലിയേറ്റ് പോകും, പ്രശ്നമില്ല. അതുകൊണ്ട് പറയുന്ന ആൾക്കാരോട് ദേഷ്യം തോന്നിയിട്ടും അയാളെ പോലെ നോക്കിയിട്ടും അയാളെ കൂളിംഗ് ഗ്ലാസ് നോക്കി കമന്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയുന്നത് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഫഹ്മു സ്വഹാബ, അതാണ് അത് പറയുക, അങ്ങനെ ജീവിക്കാം. പിന്നെ അബദ്ധങ്ങള്, അപാകതകള്, തെറ്റുകൾ അതെല്ലാ മനുഷ്യന്മാർക്കും വരും. അള്ളാഹു നമുക്ക് എല്ലാം പുറത്തു തരട്ടെ. അത് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തിരുത്തുക, ഇസ്തിഗ്ഫാർ പറയുക, തിരുത്തുക, പകരം നന്മ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തിബാ എന്ന് പറഞ്ഞാൽ അതാണ്. ആ 300 കൊല്ലം എന്താണോ ദീൻ അതിനങ്ങനെ ഫോളോ ചെയ്യാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ജീവിച്ച അവസാന സമയത്ത്, വഫാത്തിന്റെ ആ സമയത്ത് നമുക്ക് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ചില നസീഹത്തുകളുണ്ട്. അത് പറയാനാണ് തുടങ്ങിയത്. പറയാല്ലേ ഇൻഷാ അല്ലാഹ്. ആ ലാസ്റ്റത്തെ ആ ഖുതുബയിലും പറഞ്ഞാൽ ചിലപ്പോൾ സമയം നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ രാത്രിയിലുള്ള ക്ലാസ്സിൽ അത് പറയാം. കുറെ ഉണ്ട്, പ്രധാനപ്പെട്ട അവസാനത്തെ ചില ഉപദേശങ്ങൾ ഇൻഷാ അല്ലാഹ്. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ്, ദീനായി മനസ്സിലാക്കി എന്ത് സഹിച്ചും തിരിച്ചും അതിനെ ഫോളോ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ബിദ്അത്ത്, ശിർക്ക്, ഖുറാഫാത്തുകൾ, മറ്റ് തെറ്റുകളൊന്നും ഇല്ലാതെ ഖൽബിനെ സലീമാക്കി ജീവിച്ച് അങ്ങനെ മരിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല